ഓക്കെ, ഇന്ന് നമുക്ക് ത്രെഡ് ചെയ്യുന്ന ഒന്ന് എങ്ങനെയാണെന്ന് നോക്കാം. എന്തെങ്കിലും ഒരു ജെല്ല് പുരട്ടുന്നു. അത് കഴിഞ്ഞിട്ട് വേദന ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് കസ്റ്റമർ പറഞ്ഞാൽ സ്കിൻ നല്ലതായിട്ട് ടൈറ്റായി പിടിക്കാം. ഇതുപോലെ നല്ലതായിട്ട് ടൈറ്റായി പിടിക്കുന്നു. ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഐബ്രോസ് എങ്ങനെ എടുക്കണം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഐബ്രോസ് പിടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഐബ്രോസ് എടുക്കുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. മൂക്കിൻ്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് ചരിവ് കൊടുക്കാൻ പോകാം. അപ്പം നമ്മൾ ഐബോളിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു ചരിവ് കൊടുക്കണം. അതിന് നമ്മളിപ്പോൾ ഈ ഐബോളിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു ചരിവ് കൊടുത്ത് ഐബ്രോസ് എടുത്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മുകളിൽ അടുത്തൊരു ഷേപ്പ് കൊടുക്കാം. അതും ഇവിടുന്ന് സ്റ്റാർട്ടിങ് ചെയ്തിട്ട് ഇതുപോലെ ചരിച്ച് ആവശ്യമില്ലാത്ത മുടി മാത്രം നമ്മൾ എടുത്തു മാറ്റുക. നമ്മൾ താഴെ ഐബോളിൻ്റെ മേളിൽ നിന്ന് ചരിവ് കൊടുത്ത കണക്കാൻ മുകളിലും അതേ ഷേപ്പ് തന്നെ വന്ന് ഐബോളിൻ്റെ അവിടെ വെച്ച് നമ്മൾ ചരിച്ചു കൊടുക്കുന്നു. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഐബ്രോസും ക്ഷമയൊന്ന് പിടിച്ച് എക്സ്ട്രാ ഉള്ള മുടി മാത്രമേ ഐബ്രോ കുറവുള്ളവർക്ക് എക്സ്ട്രാ മുടി മാത്രം നമ്മൾ എടുത്ത് മാറ്റിയാൽ മതി. നമ്മൾ ഈ ഐബ്രോസ് എടുത്ത പോലെ തന്നെ സ്റ്റാർട്ടിങ് മൂക്കിൻ്റെ പാലത്തിൻ്റെ സൈഡിൽ ഐബ്രോ സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ ഈ കണ്ണിൻ്റെ കോർണറിൽ നമ്മൾ കൊണ്ട് നിർത്തുന്നു. നമ്മൾ ഐബ്രോ ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മളിനി എക്സ്ട്രാ ആയിട്ട് നീളമുള്ള മുടി വല്ലതും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്യുന്നു. അധികമായിട്ടുള്ള മുടി നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ സ്വല്പം ഒരു ശകലം കയ്യിലെടുക്കുക. ഐബ്രോസിൽ ഇതേപോലെ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐബ്രോസ് ഒന്നുകിൽ നമ്മൾ ഐബ്രോ ഷേപ്പ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ സ്വല്പം കയ്യിലെടുക്കുക. അത് വെച്ചിട്ട് ഒന്ന് റബ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അലർജിയുള്ള സ്കിന്നിന് ഐബ്രോസ് എടുത്താലും അലർജിയുള്ള സ്കിന്നാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ഐസ് ക്രീം എടുക്കുക. അത് വെച്ച് നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഐബ്രോ ഷേപ്പ് ചെയ്ത സമയത്ത് അവർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു ശകലം പോലും പെയിൻ ഉണ്ടാകുന്നതല്ല. അപ്പോൾ നമുക്ക് ക്ഷമയായിട്ട് തന്നെ നമുക്ക് ചോദിക്കാം. ക്ഷമ ഐബ്രോസ് എടുത്തത് വേദനിച്ചോ? അടിപൊളി, പെയിൻ ഫ്രീ, കംപ്ലീറ്റ്ലി എക്സൈറ്റിംഗ് ആയിരുന്നു. ഇതേപോലെ തന്നെ നമ്മൾ ഐബ്രോ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ സ്കിൻ ടൈറ്റാക്കി പിടിക്കാൻ പറയുക. അല്ലെങ്കിൽ ഏതെങ്കിലും പെയിൻലെസ് ആയിട്ടുള്ള ജെല്ല് പുരട്ടി കൊടുക്കുക. അല്ലെങ്കിൽ പൗഡർ ഇടുക. എന്തെങ്കിലുമൊക്കെ
ചെയ്തതിന് ശേഷം ഐബ്രോ ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ചെയ്യുന്ന ആൾക്ക് വേദന ഉണ്ടാകുകയില്ല. ഇനി ഇതുപോലെ ഐബ്രോ ഷേപ്പ് ചെയ്യാൻ പോകുന്ന ആരായാലും അവർ ടൈറ്റായിട്ട് സ്കിൻ പിടിച്ച് ഐബ്രോ ഷേപ്പ് ചെയ്താൽ അവർക്ക് പെയിൻലെസ് ആയിട്ട് ഐബ്രോ ഷേപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും.